ഞങ്ങൾ കണ്ടത്തിൽ പോകാൻ ഇറങ്ങിയതാണേ. ദേ കിടക്കണ മഴ. ഇപ്പോൾ എവിടെ പോകാൻ ഇറങ്ങിയാലും മഴയും ഞങ്ങളുടെ കൂടെ വരും. എന്താണെന്നറിയില്ല, മഴയ്ക്ക് അത്രയ്ക്ക് ഇഷ്ടമാണെന്ന് തോന്നുന്നു. ഞങ്ങൾ പകുതി വരെ കൂടെ വരും, പിന്നെ ചോദിക്കാതെയും പറയാതെയും ഒറ്റ പോക്കാം. അങ്ങനെ മഴ പോയപ്പോൾ ഞങ്ങൾ കണ്ടത്തിലേക്ക് നടന്നു. മഴ തുടങ്ങി വെള്ളം കയറിയതിൽ പിന്നെ അക്കരെ കണ്ടത്തിലേക്ക് പോകാൻ പറ്റിയില്ല. അനുവായിട്ട് നട്ട വാഴകളൊക്കെ ജീവനോടെ ഉണ്ടോ എന്തോ. ഇതാണ് കണ്ടത്തിനടുത്തുള്ള തോട്. തോട്ടിലും കണ്ടത്തിലുമൊക്കെ നിറയെ വെള്ളമാണ്. ഇങ്ങനെ തോട്ടിലും പുഴയിലുമൊക്കെ നിറയെ വെള്ളം കാണുമ്പോൾ എനിക്ക് തല ചുറ്റുന്നത് പോലെ തോന്നാറുണ്ട് കേട്ടോ. ആ സമയത്ത് എനിക്ക് പാലത്തിലൂടെ പോകാൻ ഭയങ്കര പേടിയാണ്. ഞാൻ പേടിയാണെന്ന് പറഞ്ഞിട്ടും ഒരു കൂസലുമില്ലാതെ നടന്നു പോകുന്ന അച്ഛനെയും മോനെയും കണ്ടോ നിങ്ങൾ? നിനക്ക് അക്കരെ കടക്കാനാവുന്നില്ലെങ്കിൽ വരണ്ടാന്ന് അനുവായിട്ടൻ പറഞ്ഞതാ. എൻ്റെ ഓവർ കോൺഫിഡൻസ് കാരണം കണ്ടത്തിലേക്ക് ഇറങ്ങിയതാ. ചെരുപ്പും കാലും മണ്ണിൽ നിന്നും എടുക്കാൻ പറ്റണ്ടേ? ഷോ, പോകണ്ടായിരുന്നു. ജാങ്കോ, നീ അറിഞ്ഞ ഞാൻ പെട്ടു. ഇതിപ്പോൾ അങ്ങോട്ടും പോകാൻ പറ്റില്ല ഇങ്ങോട്ടും പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ പോലെയായി. അങ്ങനെ അപകടമൊന്നും കൂടാതെ ഞങ്ങൾ വാഴത്തോട്ടത്തിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. ഇനി തിരിച്ചു പോകേണ്ടത് വിചാരിക്കുമ്പോഴാണ് ഇപ്പോൾ വാഴയ്ക്ക് വലിയ കുഴപ്പമൊന്നും കാണുന്നില്ല. ഇനിയും നിർത്താതെ മഴ പെയ്യുകയാണെങ്കിൽ വാഴയുടെ അവസ്ഥ എന്താവോ എന്തോ. വാഴകളൊന്നും മോശമായി പോകാതിരുന്നാൽ മതിയായിരുന്നു. അനുവാട്ടൻ അത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കിയതല്ലേ. ലച്ചൂസിന് വെള്ളത്തിൽ കളിക്കാൻ പറ്റിയ അവസരം അവൻ നന്നായി മുതലാക്കുന്നുണ്ട്. അവനേതായാലും ഹാപ്പിയായി. എല്ലാ കുട്ടികൾക്കും പാർക്കിലും ബീച്ചിലും പോകാനല്ലേ ഇഷ്ടമുണ്ടാവാറ്. ഇവൻ അച്ഛൻ്റെ കൂടെ കണ്ടത്തിൽ പോകാനാണ് ഏറെ ഇഷ്ടം. അച്ഛൻ മണ്ണിൽ പണിയെടുക്കുന്നത് കണ്ട് അവൻ വളരട്ടെ. ഇനി കണ്ടത്തിൽ വന്നിട്ടൊന്നും കിട്ടിയില്ല എന്ന് വേണ്ട. അനുവാട്ടന് 2 തേങ്ങ കിട്ടിയിട്ടുണ്ട്. ഏതായാലും കറിക്കറക്കാൻ തേങ്ങയായി. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണേ. ഇങ്ങോട്ടേക്ക് വരുമ്പോഴുള്ളതുപോലെയല്ല, ഇപ്പോൾ കുറച്ച് ധൈര്യമൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ചായക്കടയിൽ നിന്നും പഴംപൊരിയൊക്കെ വാങ്ങി വീട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. പുറത്ത് നല്ല മഴയും നല്ല ചൂട് പഴംപൊരിയും ചായ അടിപൊളി. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.